ഹലോ, അസ്സലാമു അലൈക്കും. കുറേ ആയി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ കാലത്തന്നെ ഷെൻസനെ പറഞ്ഞയച്ചതിന് ശേഷം നമ്മുടെ അയച്ചുമാൻ അങ്കലവാടിക്ക് പറഞ്ഞയക്കാനുള്ള ധൃതിയാണ്. ബെഡ് വന്ന് വിളിച്ചാൽ പോലെയും പറയും, ഞാനിപ്പോൾ എനിക്കില്ല, കുറച്ച് ചെയ്യട്ടെ എന്നൊക്കെ അവിടെ നിന്നും ചെരിഞ്ഞൊക്കെ കിടക്കും. പിന്നെ എന്തെങ്കിലും ഒന്ന് സോപ്പിട്ടാൽ മാത്രം നമ്മുടെ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാ വീട്ടിലത്തെ പോലെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. 10 മണിക്ക് അങ്കലവാടിയിൽ എത്തണ നമ്മളാണ്. ഇതുപോലെ നിന്ന് കഴിഞ്ഞ് എത്തും. ഇവിടെ കൊടുക്കുന്ന ഡ്രസ്സുകളൊന്നും പറ്റില്ല. ഡ്രസ്സൊക്കെ മാറ്റി മറിച്ചുള്ള സമയം ഫുള്ള് നേരം വൈകി. പിന്നെ ഒരു കുളി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ ആൾ പോകാൻ റെഡിയാണ്. എണീറ്റ് കഴിഞ്ഞാൽ ആൾ ഉഷാറായിട്ട് പോകും. പിന്നെ എന്തൊക്കെ എല്ലാവർക്കും നോമ്പൊക്കെ ആയിട്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ. പിന്നെ നമുക്കിന്ന് കാലത്ത് വിശേഷങ്ങൾ അറിയാം. അപ്പം ഞാനിത് രാത്രി നോമ്പ് ചോറിനുള്ള ഇത് ഇപ്പോഴേ ഉണ്ടാക്കി വെച്ച് നമ്മുടെ മരത്തുമ്മടെ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ടൊന്ന് ഒതുക്കി വെച്ച്. അപ്പോൾ എല്ലാവർക്കും അതിങ്ങനെ മുമ്പ് ഇഷ്ടമാണ്. ഇപ്പോൾ ചോറ് നമ്മൾ അപ്പം കൂട്ടുമ്പോഴൊക്കെ തിന്നാലോ. അപ്പോൾ അത് വിചാരിച്ച് കാലത്തെ പരിപാടി അവൾ പോയതിന് ശേഷം കുറച്ച് പണി ഒപ്പിച്ച് ഒരു വേപ്പിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയത് വത്തൽ കിട്ടിയിരുന്നു. അപ്പോൾ വത്തൽ കുറച്ച് നമുക്ക് കറിയൊക്കെ വിചാരിച്ച്. അപ്പോൾ വത്തൽ നല്ലതുപോലെ കേക്ക് റെഡിയാക്കി നമുക്ക് കൊടുന്ന് വയ്ക്കാം. അതിന് ശേഷം ഒരു ചെറുതായിട്ട് കറിയുമല്ല എന്നാൽ വറ്റിക്കലും അല്ലാത്ത പോലത്തെ നമുക്ക് അപ്പം അതിനിടെ കൂടുതൽ തക്കാളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ എടുത്ത് നമുക്ക് നല്ലതുപോലെ ഞവണ്ടി എടുക്കാം. അതിന് ശേഷം മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 2 കഷ്ണം കുടംപുളി, കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ വത്തലുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു വേപ്പിലും ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇന്ന് വൈകുന്നേരം നമുക്ക് ദോശയാണ്. അപ്പോൾ അതിനൊരു ഗ്ലാസ് പച്ചരി ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് കഴുകി വെച്ചെടുക്കാം. അപ്പോൾ വൈകുന്നേരം നമുക്കൊന്ന് അരച്ചാൽ മതിയല്ലോ. അപ്പോൾ അതാ കുറച്ച് ദോശ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പാക്ക് ചപ്പാത്തിയാണ്. അപ്പോൾ അത് കുറച്ച് ചപ്പാത്തി ഉപ്പാക്കും ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇനി പൊരിക്കടിയിലേക്ക് ഇറങ്ങി. അതിന് വേണ്ടി ഉഴുന്ന് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉഴുന്നോടെ ഉണ്ടാക്കുന്നത്. ഉഴുന്നിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ട്. നമുക്ക് ഉഴുന്ന് ഒരു വാഴൻ്റെ ഇല എടുത്തിട്ട് നമ്മളിത് ചുട്ടെടുത്തിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഉഴുന്നുവട. അപ്പോൾ മക്കൾക്കായാലും ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഇഷ്ടമാണ് ഉഴുന്നുവട. അപ്പോൾ ഉഴുന്നുവട നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ വേവിച്ച് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, തിരക്ക് തന്നെ. പിന്നെ ഉഴുന്നുവട ഉണ്ടാക്കി, ഒരു ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത്, പിന്നെ നന്നാരി സർവത്താണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉഴുന്നുവടയ്ക്ക് വേണ്ടി ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ നോമ്പാകുമ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്ന സമയമല്ല, ഫുള്ള് തിരക്കാവും. കാരണം പകലും കുറച്ച് നേരം പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ വന്നാൽ പിന്നെ ഒരു പണി നടക്കില്ല. പിന്നെ വൈകുന്നേരം നിസ്കാരം ഒത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ബിസിയാവും. അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്രയുള്ള. ബായ്.